പുരാണപ്രോക്തങ്ങളായ ദശാവതാര കഥകൾ കെട്ടുകഥകളാണ്. ഒരിക്കലുമല്ല. വിശ്വസഞ്ചാലക ശക്തിപ്പൊരുളായി വിരാജിക്കുന്ന പരമ്പൊരുളിനെ വിഷ്ണുഭാവം നൽകി അന്യാപദേശാലങ്കാര വർണ്ണനകളോടുകൂടി അവതരിപ്പിച്ചിട്ടുള്ള ദൃഷ്ടാന്ത കഥകളാണ് ദശാവതാര കഥകൾ. അവതാരമെന്ന പദത്തിൻ്റെ വാഗർത്ഥം ഇറങ്ങിവരവ് എന്നാണ്. വിശ്വം മുഴുവൻ നിറഞ്ഞു വിരാജിക്കുന്ന ഏകവും അഖണ്ഡവുമായ പരമ്പൊരുളായ മഹാവിഷ്ണു വ്യക്തിസത്തയായി ലോപിച്ച് ധർമ്മസംസ്ഥാപനാർത്ഥം യുഗപുരുഷന്മാരായി ജന്മം വരിക്കുന്നു എന്നാണ് ദശാവതാര കഥാകാരൻ പറഞ്ഞിരിക്കുന്നത്. പൂർണ്ണാവതാരമെന്നും അംശാവതാരമെന്നും അവതാരങ്ങൾ രണ്ട് പ്രകാരത്തിലുണ്ടെന്ന് പറയപ്പെടുന്നു. മഹാവിഷ്ണു തത്വത്തിൻ്റെ പൂർണ്ണ പ്രഭാവങ്ങൾ എഴുന്നുവർത്തിക്കുന്ന പുരുഷന്മാരെയാണ് പൂർണ്ണാവതാര പുരുഷന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നു. വിഷ്ണു പ്രഭാവങ്ങളുടെ ചില അംശങ്ങൾ എഴുന്നു നിൽക്കുന്ന വ്യക്തിസത്തയോടുകൂടി ജന്മം വരിക്കുന്ന വിശിഷ്ട പുരുഷന്മാരാണത്രേ അംശാവതാരങ്ങൾ. ദശാവതാര കഥകൾ യഥാർത്ഥ ചരിത്ര കഥകളല്ല. ചരിത്രാംശങ്ങൾ കോർത്തിണക്കി അന്യാപദേശമറയിൽ പൊതിഞ്ഞ് അവതരിപ്പിച്ചിട്ടുള്ള ദൃഷ്ടാന്ത കഥകളായി തന്നെ അവയെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടതാണ്. കഥകളിൽ പറഞ്ഞിരിക്കുന്നതൊന്ന്, പുരാണകാരൻ മനസ്സിലാക്കിത്തരാൻ ഉദ്ദേശിച്ചത് മറ്റൊന്ന്. ഇതാണ് അന്യാപദേശ കഥകളുടെ പ്രത്യേകത. പ്രാചീന ഭാരതീയ ഋഷികവികൾ സ്വീകരിച്ചു പോന്ന ആവിഷ്കാര ശൈലികളിലൊന്നാണിത്. അനുവാചക ബുദ്ധിയെ വ്യാഖ്യാന മികവും നിരൂപണ പാടവവുമുള്ളതാക്കി തീർക്കുക എന്ന ലക്ഷ്യമാണ് ഈ രചനാശൈലിക്ക് പിന്നിലുള്ളത്. കാലോചിതവും ദേശോചിതവുമായ വ്യാഖ്യാനങ്ങൾ ചമച്ച് പുരാണകഥകൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് ചിന്താശക്തിയെ ഉണർത്താൻ പര്യാപ്തമായ ഒരു ധൈഷണിക വൃത്തിയാണ്. ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പര്യാപ്തമായ യുക്തിസഹവും കാര്യക്ഷമവുമായ മുൻകരുതലുകൾ സ്വീകരിക്കാൻ പുരാണകഥകളുടെ പഠനം സഹായകമാണ്. ദശാവതാര കഥകളിലെ യുഗസങ്കല്പവും ധർമ്മസങ്കല്പവും ശരിയായി മനസ്സിലാക്കാതെ പുരാണപാരായണം നടത്തിയാൽ കഥാസാരം യഥാതഥം വെളിപ്പെടുത്തി അറിയാൻ സാധ്യമല്ല. പ്രാചീന ഭാരതീയ കാലഗണനയുമായി ദശാവതാര കഥകളിലെ യുഗസങ്കല്പത്തിന് ബന്ധമില്ല. യുക്മന്തു യുഗളം യുഗം എന്നാണ് അമരകോശത്തിൽ യുഗപദത്തിന് നൽകിയിരിക്കുന്ന അർത്ഥവിവരണം. യുഗളം എന്ന പദത്തിന് ഇരട്ട എന്നും ജോഡി എന്നും അർത്ഥങ്ങളുണ്ട്. ചരിത്രത്തെയും ഭാവനയെയും ജോഡിപ്പിച്ച് അർത്ഥവിചാരം ചെയ്യുന്ന സാഹിത്യോപായമാകുന്നു യുഗസൃഷ്ടി എന്ന് സാരം. മഹാവിഷ്ണുവിൻ്റെ യുഗാവതാര കഥകളെ അഥവാ ദശാവതാര കഥകളെ പൗരാണിക സാഹിത്യരചനകളായി തന്നെ വ്യാഖ്യാനിച്ചറിയേണ്ടതാണ്. ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ഇരട്ട പിറന്ന ദാനവ വീരന്മാരായിരുന്നു. അവരെ വധിക്കുവാൻ വിഷ്ണു 2 അവതാരങ്ങൾ സ്വീകരിച്ചതായിട്ടാണ് ദശാവതാര കഥാകാരൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ യുഗകൽപ്പനയ്ക്ക് പ്രാചീന കാലഗണന പ്രകാരമുള്ള അർത്ഥകൽപ്പന യോജിക്കാതെ വരുന്നു. അതുപോലെ ബലഭദ്രരാമനും ശ്രീകൃഷ്ണനും സമകാലീനരായിരുന്നു എന്ന പൊരുത്തക്കേടും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ദശാവതാര കഥകളിലെ യുഗസങ്കല്പത്തെ ചരിത്രപരമായ ദശാസന്ധി എന്ന പരിപ്രേക്ഷ്യം നൽകി വ്യാഖ്യാനിക്കേണ്ടതാണ്. സ്ഥൈതിക സംസ്ഥാപന നൈരന്തര്യത്തിലെ നൈതികതയും തന്ത്രപരമായ ആശയപരിണാമ വികാസഗതികളിലെ ഭാവരൂപാന്തരണ പ്രക്രിയകളും പ്രതീകവൽക്കരിക്കുന്ന അന്യാപദേശ കഥനങ്ങളായി ദശാവതാര കഥകളെ വിമർശന ബുദ്ധിയോടുകൂടി നിരൂപണം ചെയ്തറിയുകയും വേണം. ധർമ്മം എന്ന സംസ്കൃത പദത്തിന് മതം എന്നും സുചിന്തിതവും സുവ്യക്തവും സംശയാതീതവുമായി സ്ഥിരീകരിക്കപ്പെട്ട അഭിപ്രായമെന്നും വിശ്വത്തെ താങ്ങി നിർത്തുന്ന പരമ്പൊരുൾ എന്നുമൊക്കെ അർത്ഥങ്ങളുണ്ട്. സത്യം, നീതി, ന്യായം, സദാചാരം, യുക്തി, ഭക്തി, ശാസ്ത്രബോധം, കുശലത
തുടങ്ങിയവയുടെ എല്ലാം സഞ്ചിത പൊരുളിൻ്റെ പൊരുളായി ധർമ്മത്തെ നിർവചിക്കാവുന്നതാണ്. അങ്ങനെയുള്ള ധർമ്മത്തെ സംസ്ഥാപനം ചെയ്യുന്ന അഥവാ ഇഴിവുകൂടാതെ സംരക്ഷിക്കുന്ന നിർവാഹക ശക്തി പൊരുളാണ് മഹാവിഷ്ണു. അങ്ങനെയുള്ള വിഷ്ണു പ്രഭാവം ധർമ്മസംസ്ഥാപനം നടത്തുന്നതിൻ്റെ വ്യത്യസ്ത മാതൃകകളാണ് ദശാവതാര കഥകളിൽ ദൃഷ്ടാന്തീകരിച്ചിരിക്കുന്നത്. പ്രതീക സംഭവങ്ങളും പ്രതീക കഥാപാത്രങ്ങളുമാണ് ദശാവതാര കഥകളിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി ദശാവതാര ക്രമം ശരിയായി ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മാത്രമേ ദശാവതാര കഥകൾ കെട്ടുകഥകളല്ല എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിനെ സ്ഥിരീകരിക്കാൻ സാധിക്കും. മത്സ്യകൂർമോ വരാഹശ്ച നരസിംഹശ്ച വാമനഃ രാമോ രാമശ്ച രാമശ്ച കൃഷ്ണ കൽക്കിർ ജനാർദ്ദനഃ എന്നും മത്സ്യകൂർമോ വരാഹശ്ച നരസിംഹശ്ച വാമനഃ രാമോ രാമശ്ച രാമശ്ച കൃഷ്ണ ഖഡ്ഗീത്യം ഈ ദശ എന്നും മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങൾ ശ്ലോകവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. വിഷ്ണുവിൻ്റെ 10ാമത് അവതാര പുരുഷനെ ആദ്യ ശ്ലോകത്തിൽ കൽക്കി എന്നും 2ാം ശ്ലോകത്തിൽ ഖഡ്ഗി എന്നും പ്രകീർത്തിച്ചിരിക്കുന്നു. കൽക്കം എന്ന പദത്തിൻ്റെ വാഗർത്ഥം അടിഞ്ഞുകൂടിയ ദുഷ്ട എന്നാണ്. ഖഡ്ഗം വാളാണ്. വാളേന്തിയവനും ദുഷ്ടമനസ്സിൻ്റെ ഉടമയുമായ ഒരു മൂർത്തിഭാവം കൽക്കിക്ക് സങ്കല്പിച്ച് നൽകിയിരിക്കുന്നു എന്ന് സാരം. മത്സ്യം കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലഭദ്രരാമൻ, ശ്രീകൃഷ്ണൻ, ഖഡ്ഗി അഥവാ കൽക്കി എന്നീ ക്രമത്തിലുള്ള അവതാരമൂർത്തികളിൽ ആദ്യത്തെ 4 മൂർത്തികൾ യഥാക്രമം നരമത്സ്യവും നരകൂർമ്മവും നരവരാഹവും നരസിംഹവുമാണ്. 5ാമത്തെ അവതാരമൂർത്തി കുറുനരനാണ്. 6ാമത്തെയും 7ാമത്തെയും അവതാരമൂർത്തികൾ യഥാക്രമം താപസപുത്രനും ചക്രവർത്തിപുത്രനുമാണ്. 8ാമത്തെയും 9ാമത്തെയും അവതാരമൂർത്തികൾ സമകാലീനരും സഹോദരസ്ഥാനീയരും ഗോപസുതന്മാരുമായിരുന്നു. അവതാരമൂർത്തികളുടെ അർദ്ധനരരൂപവും കുറുനരരൂപവും പൂർണ്ണനരരൂപവും ചിന്തോദ്ദീപകങ്ങളായ കാവ്യബിംബകൽപ്പനകളാണ്. സ്ഥൈതിക പരിപാലന കലയുടെ ക്രമാനുഗതമായൊരു വികാസപരിണാമം പ്രതീകവൽക്കരിക്കുന്ന ബിംബകൽപ്പനകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മത്സ്യനീതിയിൽ തുടങ്ങിയ അതിജീവന കല, കൂർമ്മന്യായം, വരാഹനീതി, നരസിംഹന്യായം എന്നീ 4 മാതൃകകളിലൂടെ പരിണാമവിധേയമാകുന്ന ചിത്രമാണിവിടെ കാണാൻ സാധിക്കുന്നത്. വാമനാവതാര കഥയിൽ സ്ഥൈതിക പാലന തന്ത്രത്തിൻ്റെ വേറിട്ടൊരു ചിത്രമാണ് വരഞ്ഞിട്ടിരിക്കുന്നത്. പ്രജാതൽപരനും തന്ത്ര നിപുണനും അതിശക്തനും വീരനും ധർമ്മിഷ്ഠനെന്ന് വാഴ്ത്തപ്പെട്ടവനുമായ മഹാബലി ചക്രവർത്തി നടത്തിയ വിശ്വജിത്ത് യാഗം പശ്ചാത്തലമാക്കിയാണ് വാമനാവതാര കഥ അരങ്ങേറിയത്. ഒരു ഭരണാധികാരി ഏക ഛത്രാധിപനായി സ്വയം പ്രഖ്യാപിക്കുന്ന വൈദിക കർമ്മമാണ് വിശ്വജിത്ത് യാഗം. ദാർശനികപരമായി മൂല്യവ്യാഖ്യാനം ചെയ്ത് സാധൂകരിക്കാൻ സാധിക്കുമെങ്കിലും മൂല്യപ്രധാനമായിരുന്നില്ല മഹാബലി നടത്തിയ വിശ്വജിത്ത് യാഗം. പൗരാണികമായ രാഷ്ട്രീയ അടവ് നയമായി അത് ഭവിച്ചു. ആൾബലവും അർത്ഥബലവും തന്ത്രബലവും സമന്വയിപ്പിച്ച് ഭൗതിക മൂല്യങ്ങളെ ഊട്ടിയുറപ്പിച്ച് തൻ പ്രാമാണിത്വം അരക്കിട്ടുറപ്പിക്കുകയായിരുന്നു ബലിയുടെ ഗൂഢലക്ഷ്യം. പുരാണപ്രസിദ്ധമായ ദക്ഷയാഗത്തെ അനുസ്മരിപ്പിക്കുന്ന ആ വിശ്വജിത്ത് യാഗത്തെ കുറുവിപ്രൻ്റെ രൂപത്തിൽ അവതരിച്ച വാമനൻ നിഷ്പ്രഭമാക്കിക്കളഞ്ഞു. അതികായത്വവും അർത്ഥബലവും ആൾബലവും സൂക്ഷ്മബുദ്ധിക്ക് മുന്നിൽ അടിയറവ് പറയും
എന്ന വസ്തുതാപരമായ സത്യത്തെയാണ് വാമനമൂർത്തി പ്രതീകവൽക്കരിക്കുന്നത്. ബലി വിശ്വജിത്യാഗം നടത്തി വിശ്വാധിപത്യം നേടിയെടുക്കാമെന്ന് വ്യാമോഹിച്ച കുബുദ്ധിയുടെ പ്രതീകവുമാണ്. പ്രകൃതി നിയതിയുടെ കാവ്യ ആവിഷ്കാരമാണ് വാമനാവതാര കഥ പ്രതീകവൽക്കരിക്കുന്നത്. ഇനി ദശാവതാര കഥകളിലെ രാമത്രയം മറ്റൊരു ഗൂഢമായ സത്യത്തെയാണ് വെളിപ്പെടുത്തി തരുന്നത്. പരശുരാമൻ, ശ്രീരാമൻ, ബലഭദ്രരാമൻ ഇവരാണ് രാമാവതാര കഥകളിലെ രാമത്രയം, ദശാവതാര കഥകളിലെ രാമത്രയം. പരമശിവദത്തമായ പരശുവാണ് ഭാർഗവരാമനെ പരശുരാമനാക്കി തീർത്തത്, അല്ലെ പരശുരാമ പദവിയിലേക്ക് ഉയർത്തിയത്. രഘുരാമനെ ശ്രീരാമനാക്കി തീർത്തത് ലക്ഷ്മീദേവിയുടെ അവതാരമാണ്. യദുനന്ദനായ ബലഭദ്രനെ ഹലായുധമാണ് വ്യതിരേക പദവിയിലേക്ക് ഉയർത്തിയത്. സൂക്ഷ്മവിചാരം ചെയ്തു നോക്കിയാൽ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ സമന്വയ ശക്തികളുടെ പ്രതീക ഏകോപനം രാമത്രയ സങ്കല്പത്തിൽ ദർശിക്കാൻ സാധിക്കുന്നു. ക്ഷത്രിയ ശക്തി ഏകപക്ഷീയമായി സ്വാർത്ഥ താൽപ്പര്യ സംരക്ഷണാർത്ഥം ജീവിതമൂല്യങ്ങളെ കാറ്റിൽ പറത്തി മുന്നേറിയ യുഗസന്ധ്യയിലാണ് കാർത്തവീരാർജുനൻ എന്ന സ്വേച്ഛാധിപതി സാധുജനക്ഷേമം നോക്കാതെ അധികാരം കൈയാളി നാശങ്ങൾ വിതച്ചത്. താൻ വിതച്ച വിനാശവിത്തുകൾ നൂറുമേനിയായി വിളഞ്ഞപ്പോൾ ആ വിളകളോടൊപ്പം കാർത്തവീരാർജുന ശിരസ്സു മാത്രമല്ല, ക്ഷത്രിയ ശിരസ്സുകൾ മുഴുവനും കൊയ്യപ്പെട്ടു എന്നാണ് പുരാണ കഥയിൽ പറഞ്ഞിരിക്കുന്നത്. ഏകഛത്രാധിപതിയായി വാണരുളിയിരുന്ന കാർത്തവീരാർജുനനോടുള്ള പകപോക്കലായിരുന്നു പരശുരാമൻ്റെ അതിമാനുഷ സാഹസങ്ങൾ. എന്നാൽ ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ വെട്ടിപ്പിടിച്ച രാജ്യങ്ങളും നേടിയെടുത്ത സമ്പത്തുക്കളും അധികാരവുമെല്ലാം പൂർണ്ണമായി ത്യജിക്കുകയും സർവസംഘ പരിത്യാഗിയായി പരിണമിക്കുകയും ചെയ്ത പരശുരാമൻ ത്യാഗമൂല്യാധിഷ്ഠിതമായ ധർമ്മനിർവഹണ യജ്ഞത്തിൽ പുതിയൊരു മാതൃക സൃഷ്ടിക്കുകയാണ് ചെയ്തത്. ആ മാതൃകയാണ് പരശുരാമനെ ചിരഞ്ജീവിയാക്കി തീർത്തത്. പിതൃഭക്തി, മാതൃഭക്തി, ഭ്രാതൃഭക്തി, പ്രജാഭക്തി തുടങ്ങിയ ജീവിത മൂല്യങ്ങളെ ഉദാത്തവൽക്കരിച്ച് മാതൃക കാട്ടിയ ഒരു ദൃഷ്ടാന്ത പുരുഷനാണ് ശ്രീരാമൻ. ശ്രീരാമൻ്റെ ഏകപത്നീ വ്രതവും സീതയുടെ പതിഭക്തിയും മാനവ സംസ്കൃതിയുടെ കാലാതീത മൂല്യസങ്കല്പങ്ങളുടെ സംസ്ഥാപന മാതൃക കൂടിയാണ്. രഘുരാമനെ ശ്രീരാമനാക്കി ചിരപ്രതിഷ്ഠിതനാക്കിയ മൂല്യവും അതുതന്നെയാണ്. സൂക്ഷ്മവിചാരം ചെയ്തു നോക്കുമ്പോൾ ശ്രീരാമാവതാരകാലത്ത് സംസ്ഥാപിതമായ മൂല്യങ്ങൾ അനന്യങ്ങളായി അവശേഷിക്കുന്നതായി കാണാൻ സാധിക്കും. കൃഷ്ണാവതാരകാലമായപ്പോഴേക്കും മൂല്യസങ്കരങ്ങളുടെ വിചിത്ര പ്രഭാവങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. മാനവ സംസ്കൃതി ലോകനിയതികളുമായി കൂടിക്കലർന്ന് അഭാജ്യ പ്രഭാവശക്തിയായി മാറുന്ന കാഴ്ചകളാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ഈ അഭാജ്യ പ്രഭാവങ്ങളുടെ ഋണാത്മക പരിണാമങ്ങളും ചാക്രീയഗതി വിന്യാസങ്ങളും പ്രതീകവൽക്കരിക്കപ്പെടുന്ന ഭാവനാസങ്കല്പമാണ് കൽക്കി അഥവാ ഖഡ്ഗി എന്ന അവതാര സങ്കല്പം. ചുരുക്കി പറഞ്ഞാൽ ദശാവതാര കഥകൾ വെറും കെട്ടുകഥകളല്ല, മാനവ സംസ്കൃതിയുടെ ഉദയത്തെയും വികാസ പരിണാമങ്ങളെയും സ്ഥൈതിക നീതിയുമായി കോർത്തിണക്കി രചിക്കപ്പെട്ട ദൃഷ്ടാന്ത കഥകളാണവ. ഉൽപ്പതിഷ്ണുക്കളും ചിന്തകന്മാരും ദാർശനിക ഉൾക്കാഴ്ചയുള്ളവരുമായ ഭാരതീയ ഋഷീശ്വരന്മാരുടെ സാഹിത്യ ദർശനമാണ് ദശാവതാര കഥകളിൽ കാണാൻ സാധിക്കുന്നത്. ഈ കഥകളുടെ നിരൂപണാത്മകമായ പഠനം ഭാവനകളെയും ചിന്തകളെയും ചിന്തേറിട്ട് മിനുക്കിയെടുക്കാൻ പര്യാപ്തമാണ്.